ഇന്നത്തെ തിരച്ചിൽ അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഇരുട്ട് പ്രതിസന്ധിയായതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ടീം അവർ ആ പുഴയിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ ശക്തമായ അടിയൊഴുക്കുണ്ട്. ലോറിയുടെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല. അത് വലിയ പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ 10ാം ഡൈവും ഈശ്വർ മാൽപ്പ അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇരുട്ട് കനത്തതോടെ ഇന്നത്തെ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെയും ദൗത്യം തുടരുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ 24നോട് പറഞ്ഞിരുന്നത്. ഒരു സാഹചര്യത്തിലും ദൗത്യം നിർത്തിവെക്കില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഈശ്വർ മാൽപ്പേ സംഘത്തിന്റെ പരിശോധന നാളെയും തുടരുമെന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. അതേസമയം നദിയിൽ ഇറങ്ങാൻ സാധിച്ചത് പ്രതീക്ഷ നൽകുന്നതാണെന്ന് അർജുന്റെ ബന്ധു നിതിനും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ ദുരന്ത സ്ഥലത്തു നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ഇത് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഭരണകൂടം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ് എത്ര ദിവസം വേണമെങ്കിലും ഈ തെരച്ചിൽ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകും. കണ്ടെത്തുന്നത് വരെ അവസാന നിമിഷം വരെയും ആ നടപടികളുമായി മുമ്പോട്ട് പോകും. അതിൽ കൂടുതൽ ഒരു ഉറപ്പ് നൽകാൻ വേറെയില്ലല്ലോ. സോ ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക. മറ്റ് മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ലല്ലോ. അതേസമയത്ത് നമുക്ക് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആശയങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും അതുകൂടി നടപ്പിലാക്കാൻ അവർ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ആലോചിച്ചില്ല. ഇപ്പം നമുക്ക് ഒറ്റ പ്രാർത്ഥന, അത് രക്ഷപ്പെടണമേ, കണ്ടെത്തണമേ, എത്രയും വേഗം നമുക്ക് അർജുനെ വേണമെന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. ഇന്നിപ്പോൾ പ്രാദേശികമായ ആളുകൾ വരുമ്പോൾ അത് കുറച്ചുകൂടി അവർ 1, 2, 3 തവണയിൽ കൂടുതൽ ഡൈവ് ചെയ്തിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ കാര്യമായി കാണുന്നത്. എന്തെങ്കിലും തിരച്ചിലിൽ ഇന്ന് കിട്ടിയിട്ടുണ്ടോ? ഒരു ജോലി ചെയ്യുകയാണ്. അതിനകത്ത് ഒരു പ്രേരണ കൊണ്ടല്ല, പ്രതിബദ്ധതയോടുകൂടി പണിയെടുക്കുകയാണ്. അത് വിജയിക്കുമെന്ന് പ്രതീക്ഷയല്ല. ഇനി അവർ കരക്ക് വന്നാലാണല്ലോ എന്താണ് അവരുടെ നിഗമനം. അത് ആ റിപ്പോർട്ട് അവർ കൊടുക്കുമല്ലോ. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും പറയേണ്ടത് പറയും. ഇപ്പം ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞല്ലോ, അത് വരട്ടെ, അവരൊന്ന് ആലോചിക്കട്ടെ എന്താണ് അവരുടെ റിപ്പോർട്ട്. എന്നിട്ട് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തന്നെ അവർ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അടുത്ത ഘട്ടം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും അന്നത്തെ അനുഭവം വെച്ച് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പ്ലാൻ ഉണ്ടാക്കി ആ വ്യക്തമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകുന്ന ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അവരിങ്ങോട്ട് ജില്ലാ ഭരണകൂടവും നേവിയുടെ ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നിർത്തിവെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഇല്ല എന്നാണ്. അർജുന്റെ ബന്ധു ജിതിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ജിതിൻ, ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച സമയത്ത് ജിതിൻ പറഞ്ഞത് 1 or 2 ആഴ്ച നീണ്ടു പോകാതെ ഈ ഒഴുക്ക് തീരും വരെ കാത്തിരിക്കാതെ പരമാവധി ഇടപെടണം എന്നാണ് പറഞ്ഞത്. ഇന്നതേ ഇപ്പോൾ ഒരു സ്കൂബ ടീമിനെ തന്നെ കൊണ്ടുവരുന്നു. അതിലൊരാൾ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു ആശ നൽകുന്ന കാര്യം തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്കുള്ള ഒരു വക തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് അവരിറങ്ങിയ മുതൽ തന്നെ ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യം അനുകൂലമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര തവണ അവർ ഇതുവരെ ഉണ്ടാവും? ഞാൻ കണ്ടെടുത്തോളം 4-5 തവണ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ. അവർക്ക് കാര്യമായി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷ അങ്ങനെയാണ്. ഇപ്പം നമുക്ക് കാര്യമായിട്ടുള്ള ഒരു വിവരങ്ങളൊന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അവർ വന്നിട്ട് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ കുറിച്ചൊരു അവലോകനം നടത്താൻ പറ്റുകയുള്ളൂ. ഈ ലോറി കണ്ടെത്തും വരെ ഈ ഭാഗത്ത്, ഈ ദുരന്ത സ്ഥലത്ത് ഈ ദൗത്യ സംഘവും ഈ രക്ഷാപ്രവർത്തനവും പരിശോധനയും തുടരുക തന്നെ ചെയ്യും. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 ഷിരൂർ. അപ്പോൾ ഷിരൂരിൽ ഇന്നത്തെ ദൗത്യം, ഇന്നത്തെ തെരച്ചിൽ അത് അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെയും അത് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ കൂടി പഠിച്ചിരുന്നുള്ളൂ. വിജയകുമാർ, നമ്മൾ ഇന്ന് കണ്ട ഒരു തിരച്ചിലുണ്ടല്ലോ, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ അവർ മുങ്ങുന്നു പുഴയിലേക്ക്. പക്ഷേ കാര്യമായി ഒരു പുരോഗതിയും അതിലുണ്ടാകുന്നില്ല. പക്ഷേ അവർ പുഴയിൽ ഇറങ്ങി എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ്. നാളെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ പ്രതീക്ഷിക്കണം? പുതിയ സംവിധാനങ്ങളടക്കം എത്തുമെന്നാണോ കരുതേണ്ടത് വിജയകുമാർ? ഉന്മേഷ, തീരത്തു നിന്ന് 132 മീറ്റർ ദൂരത്ത് ഒരു കോണ്ടാക്ട് പോയിന്റ് 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ തെരച്ചിലൊക്കെ നടക്കുന്നത്. പക്ഷെ അവിടെയും ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴേക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മുങ്ങൽ വിദഗ്ധർ മാൽപ്പേ സംഘത്തിന് മുങ്ങാൻ കഴിയുന്നുണ്ട്, അവർ താഴേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴത്തെ കാർവാർ MLA പറയുന്നു ചെളിയും മണ്ണും മരവും അവിടെ പ്രശ്നമാണ്. ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് തെരച്ചിൽ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒഴുക്ക് ശക്തമാണ്.
മാർക്ക് ചെയ്ത മുഴുവൻ സ്ഥലവും ഇന്ന് പരിശോധിച്ചു, പക്ഷേ സൂചനകളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ തുറന്നു പറയാം, അതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ്, ഒരു അനിശ്ചിതാവസ്ഥ ഇക്കാര്യത്തിൽ ആകെയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ മാൽപ്പേ സംഘം അവർ കരയ്ക്ക് വന്നിട്ട് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത് എന്നത്. ഈ പുഴയിലെ അടിയൊഴുക്കിനെ അവഗണിച്ച് അതിശക്തമായ ചെളിയും ഈ എന്താണ് പാറക്കെട്ടുകളെയും ഒക്കെ അവഗണിച്ച് ഈ മാൽപ്പേ വിജയകുമാർ, ഒരു നിമിഷം. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ മാൽപ്പേ അദ്ദേഹം അവിടെ ഡൈവിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന ആ ദൃശ്യങ്ങളാണ്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ദൗത്യം സംബന്ധിച്ച പുതിയ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, അത് ഈ മാൽപ്പേ, ഈശ്വർ മാൽപ്പേ അദ്ദേഹം അവിടെ ഡൈവിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ്. വിജയകുമാർ, തുടർന്നോളൂ. യെസ്, നമുക്കറിയാം ഈ പുഴയുടെ ഉപരിതലത്തിലെ ഒഴുക്ക് തന്നെ ഇന്ന് ഒരു ഉച്ചയ്ക്കൊരു മഴ പെയ്തതിന് ശേഷം അത് വല്ലാതെ കൂടിയിരുന്നു. നമ്മൾ ഈ കടലിലെ തിരമാല പോലെ യഥാർത്ഥത്തിൽ അങ്ങനെ ഓളം അടിക്കുന്നത് പോലെ അതിശക്തമായ ഒഴുക്ക് ഉപരിതലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തായിരിക്കും അതിൻ്റെ അടിത്തട്ടിലെ ഒഴുക്കെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത് കുറെ കൂടിയും നമ്മളെ ആളുകളെയൊക്കെ ഇങ്ങനെ വല്ലാതെ വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള വലിയ ഒഴുക്കാണ്. അപ്പോൾ ആ ഒഴുക്കിനെയൊക്കെ അവഗണിച്ച് മാൽപ്പേ സംഘം ഇന്ന് നടത്തിയ യഥാർത്ഥത്തിൽ ഒരു ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള രക്ഷാദൗത്യം തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ്. അദ്ദേഹം താഴേക്ക് ഒഴുകിപ്പോയി, നേവി എത്തി അദ്ദേഹത്തെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ്. നാളെയും ഇത് തുടരും എന്ന് പറയുമ്പോൾ നാളെയും ഈ ഒഴുക്കിന് അങ്ങനെ വേഗം ആ ഒഴുക്ക് കുറയുകയോ അത്തരത്തിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഇനിയും ഈ ഷിരൂരിൽ മഴ പെയ്യുന്നില്ലെങ്കിൽ ഈ പുഴയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അത് തുടർച്ചയായി പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 2018 കേരളത്തിലെ പ്രളയകാലത്തുണ്ടായതിന് സമാനമായ മഴയാണ് ഈ പുഴയുടെ വൃഷ്ടി പ്രദേശങ്ങളിലും അത് കടന്നു വരുന്ന ഭാഗങ്ങളിലും ഈ ഷിരൂർ കുന്നുകളിലും ഈ സമയങ്ങളിൽ പെയ്യുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരൊക്കെ പറയുന്നത്. നാളെയും അവിടെ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ ഈ ഒഴുക്ക് കുറഞ്ഞിട്ടൊരു പരിശോധന എന്നത് അസാധ്യമാണ്. അപ്പോൾ അത് നമ്മൾ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. ഒഴുക്ക് കാര്യമായ തോതിൽ കുറയാൻ സാധ്യതയില്ല. അത് ഇങ്ങനെ തന്നെ നിൽക്കും. ഒരു 5 നോട്ട്സൊക്കെ എന്തായാലും ഈ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകും. അതിൽ വലിയ മാറ്റമില്ല. പിന്നീട് എന്തൊക്കെ അവിടെ എത്തിക്കാൻ പറ്റും? ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ അവിടെ പൊങ്ങിക്കിടക്കുന്ന ഉപരിതലത്തിൽ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം അത് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഇന്ന് കരുതിയത്. പക്ഷേ അത് സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്, സമയമെടുക്കും. അത് രാജസ്ഥാനിൽ നിന്നൊക്കെ അതിൻ്റെ വിദഗ്ധർ വരണം എന്നാണ് ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ ഇന്ന് പറഞ്ഞത്. അതിനൊരു പക്ഷേ ഇത് രാവിലെ അദ്ദേഹം ആ അതിന്റെ ദൗത്യത്തിന്റെ ഭാഗമായി അവിടെ മുങ്ങിയപ്പോൾ അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടിരുന്നു. നാവികസേനയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹം ഒഴുകി പോകുന്നു. നാവികസേനയുടെ ബോട്ട് അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ രാവിലെ ദൗത്യത്തിനിടയിൽ അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. നാവികസേനയുടെ സംഘമാണ് അദ്ദേഹത്തെ അതിനുശേഷം രക്ഷിച്ച് തിരികെ എത്തിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം മറ്റ് ഡൈവുകൾ പൂർത്തിയാക്കിയത്. ഏതായാലും അദ്ദേഹം ദൗത്യത്തിനിടെ ഒഴുക്കിൽപ്പെട്ടിരുന്നു. നാവികസേന അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങളാണ് ഇത്. അദ്ദേഹം ദൗത്യത്തിനിടെ ഗംഗാവലി പുഴയിൽ മുങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു. അദ്ദേഹം വടമഴിഞ്ഞ് ഒഴുകിപ്പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ നാവികസേനയുടെ സംഘം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. തുടർന്നുള്ള വിജയകുമാർ. ഈ ദൃശ്യങ്ങളിൽ തന്നെ എത്ര അപകടകരമായ സാഹചര്യത്തിലാണ് മാൽപ്പേ സംഘം ഈ ദൗത്യത്തിന് ഇറങ്ങിയത് എന്ന് വ്യക്തമാകും. അദ്ദേഹം വളരെ താഴെയാണ്, 100-150 മീറ്റർ ദൂരെ ഒഴുകിപ്പോയതിനു ശേഷമാണ് അദ്ദേഹത്തെ നാവികർക്ക് സുരക്ഷിതമായി കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ മാൽപ്പേ സംഘത്തെ പറ്റി പരിശോധിക്കുമ്പോൾ അവർ നിരവധി ഇത്തരം അതിസാഹസികമായ ദൗത്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് ഈ ഗംഗാവലി പുഴയുടെ സ്വഭാവം അറിയാം, അടിത്തട്ടിലെ സ്വഭാവം അറിയാം, ഒഴുക്ക് വല്ലാതെ കൂടുന്ന സാഹചര്യമൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് അതിനെ അതിജീവിക്കാൻ തക്ക നിലയിലുള്ള പ്രായോഗിക പരിശീലനം ലഭിച്ചവരാണ്. പിന്നെ സജ്ജരായി ഈ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാവികസേന അംഗങ്ങളുമൊക്കെ അതിനൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് അദ്ദേഹത്തെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത്രയും സമയം വെള്ളത്തിൽ അതിജീവിച്ച് നിൽക്കാനും ഈശ്വർ മാൽപ്പേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധി ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നതല്ല. നാളെ ദൗത്യത്തിന് ഇറങ്ങുമ്പോഴും ഇതിന് സമാനമായ സാഹചര്യം അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടും ഈ അറ്റംപ്റ്റ് നടത്തി ആ സംഘം എന്നത് പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിൽ കാര്യമായ പുരോഗതിയില്ല. അവരുടെ കഠിനാധ്വാനത്തിന് തക്കതായ വില ഇന്നത്തെ ദൗത്യത്തിൽ കിട്ടിയില്ല എന്നത് വസ്തുതയാണ്. അപ്പോൾ
ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. പക്ഷേ ആ ലോറിയിലേക്ക്, ട്രക്കിലേക്ക്, അതിൻ്റെ ക്യാബിനിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ ലോറി ഒരുപക്ഷെ വളരെ താഴെ ചെളി, അതിന് മുകളിൽ വലിയ തോതിലുള്ള മണ്ണിൻ്റെയും പാറയുടെയും അവിടെ നിന്ന് ഇളകി വന്ന മരങ്ങളുടെയും ഒക്കെ നിക്ഷേപമുണ്ടെങ്കിൽ അതെങ്ങനെ അതിനെ മാറ്റി അവിടേക്ക് എത്താൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ന് MLA പറഞ്ഞതുപോലെ ഡ്രഡ്ജിങ് വേണ്ടി വരും. അതിന് കുറെ കൂടി വിപുലമായ ഡ്രഡ്ജർ നമ്മളുടെ പക്കലുള്ളതിനപ്പുറത്തേക്ക് അവിടെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഈ ദൗത്യം പോകുന്നത് എന്നത് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്.